സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആണോ? ഇടയ്ക്കും തലയ്ക്കൊക്കെ ഞങ്ങളിങ്ങനെ ഓരോ പോസ്റ്റൊക്കെ കാണും. നവ്യ ചേച്ചിയൊക്കെ കണ്ടില്ലേ, അവര് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ജ്യോതിക്ക് എനിക്ക് തോന്നുന്നു ഭയങ്കര ഇൻസ്പിറേഷൻ നവ്യ ചേച്ചി, മഞ്ജു ചേച്ചി, അവരൊക്കെ ഈ പറഞ്ഞ പോലെ ബ്രേക്ക് എടുത്ത് പോയിട്ട് ഭയങ്കര കംബാക്ക് ആയിരുന്നു നടത്തിയത്. നവ്യ ചേച്ചി ഇപ്പൊ ഞാൻ റീസെന്റ് കണ്ടിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു, എന്റെ സൂപ്പർ സീനിയർ ആണ് ചേച്ചി, പക്ഷെ എന്താ ആക്റ്റീവായിട്ട് ഇങ്ങനെ എല്ലാ ഇതിൽ ചെന്ന് കഴിഞ്ഞാലും പുള്ളിക്കാരത്തേക്ക് അറിയാം, എപ്പോഴും ഭയങ്കര എനർജി. അപ്പൊ ഞാനിങ്ങനെ നോക്കിട്ട് ഞാൻ കണ്ടു പഠിക്കാനുണ്ടോ. ഹസ്ബൻഡ് ഇങ്ങനെ ഭയങ്കര സപ്പോർട്ടീവ് ആണോ? നല്ല സപ്പോർട്ടീവാ. എന്ത് ഫിലിമിൽ ഇപ്പൊ അഭിനയിക്കുകയാണെങ്കിലും എല്ലാത്തിനും ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. ആള് ഭയങ്കര എന്താ പറയാ, നിനക്ക് ശരിയെന്ന് തോന്നുന്നു നീ ചെയ്തോ. പുള്ളി ഭയങ്കര പോസിറ്റീവാ, ഞാനാ ഇങ്ങനെ ഡാർക്ക് അടിച്ചിരിക്കണത്. ശരിക്കും അങ്ങനെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഹസ്ബൻഡ് ഉള്ളത് നല്ലതല്ലേ? പല ആൾക്കാർക്കും ഇപ്പൊ അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടാത്ത ആൾക്കാരുണ്ട്, ഫാമിലി വൈസ് ഒക്കെ. ഇവിടെ എല്ലാം ഉണ്ട്. എന്നോട് ഇങ്ങനെ പറയും, നീ പണിക്ക് പോയിട്ട് വേണം എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ. സ്വയം ഒരു മടിയാണല്ലേ? മടിയുടെ അല്ല, മെയിൻ തിങ് കോൺഫിഡൻസ് ഇല്ല, അതാണ് എവിടെയോ പോയത്. എന്റെ ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഭയങ്കരമായിട്ട് എനിക്കുണ്ട്. അതെന്താ അങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇപ്പൊ ഒരു പബ്ലിക്കിന്റെ ഇടയിലേക്ക് ഇറങ്ങാൻ പറഞ്ഞാൽ എനിക്ക് പേടിയാവാൻ തുടങ്ങി. അവരുടെ റെസ്പോൺസ് എങ്ങനെയാന്നുള്ളത്, കാരണം ഭയങ്കരമായിട്ട് മാറി ക്രൗഡൊക്കെ. ഇപ്പൊ ഒരു ധൈര്യമില്ലായ്മ. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുന്ന അവിടെ അല്ലേ, അപ്പൊ ഭയങ്കര സേഫ് അല്ലേ. ആ ഒരു ഇതിലങ്ങനെ നിന്ന് പുറത്തേക്ക് കിടക്കുന്നില്ല ഇപ്പൊ. അതായിരിക്കാം മേ ബി. ഇപ്പൊ പണ്ട് അഭിനയിച്ചിരുന്ന സമയത്തും ഇപ്പോഴും, അതായത് ഇപ്പോഴും ഞാൻ ചോദിക്കുകയാണ്, അതായത് ആ സമയത്തൊക്കെ എങ്ങനെയാ നമ്മൾ ഫിലിം ഫീൽഡിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഡിപ്ലോമാറ്റിക് ആയിട്ട് നിൽക്കുന്നവർക്കാണ് കൂടുതൽ അവസരങ്ങൾ എപ്പോഴും ഉണ്ടായിട്ടുള്ളൂ. ഈ പല എന്താ പറയാ, ആരെയും വെറുപ്പിക്കാതെ അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് നിൽക്കുന്നവർക്ക് തന്നെയാണ് എപ്പോഴും കൂടുതൽ അവസരങ്ങളുള്ളൂ. പക്ഷെ ഇന്നത്തെ പെൺകുട്ടികൾ, ചെറിയ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ജനറേഷനിലൊരു 20s 23 ആ ഒരു ഏജിലുള്ള കുട്ടികൾ ഭയങ്കര ബോൾഡാണ്. അവരൊന്നിനെ കുറിച്ചും ബോധഡല്ല. അവരവരുടെ കഴിവിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, അവർക്ക് കിട്ടാനുള്ളത് കിട്ടും എന്ന് പറയണവരില്ല. അവരുടെ അഭിപ്രായങ്ങൾ കൂടുതൽ പറയുന്നുണ്ട്. അതിന് സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഇത് ചെയ്യുമെങ്കിലും അവരതിനെ കെയർ ചെയ്യണമൊന്നുമില്ല. എന്ത് വന്നാലും നെവർ മൈൻഡ് ആണ്. പിന്നെ അത് 2 ദിവസമേ ഉള്ളൂ, അടുത്തതിൽ വരുമ്പോൾ അടുത്തതിൽ വരുന്നു. അങ്ങനെ ഒരു മാറ്റം ഇപ്പൊ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അന്നത്തെ കാലത്തൊക്കെ ഞാനും ഭയങ്കര അഭിപ്രായ സ്വാതന്ത്ര്യം പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഇപ്പൊ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ അതൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറെ പോസ്റ്റുകൾ ഇടലും ഫേസ്ബുക്കിലിടലും പ്രതികരിക്കലും പലതായിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് സിനിമയിൽ അത് ഒരുപാട് നാൾ വീട്ടിലിരിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ്. പിന്നെ അങ്ങനെ ഒരു സാധനം ഉണ്ടോ? അതായത് ഇപ്പൊ നമ്മള് സിനിമയിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓഫേഴ്സ് കിട്ടില്ല. അത് പൊതുവെ അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതായത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓഫേഴ്സ് കിട്ടില്ല. ഇപ്പൊ ഞാനൊരു ഓഫീസ് ഒരു കമ്പനി നടത്താൻ വിചാരിക്കും. എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു അഭിപ്രായം പറഞ്ഞ ഒരാളിനെ ഞാൻ എന്റെ സ്റ്റാഫായിട്ട് എടുക്കും? ഞാൻ എടുക്കില്ല. എനിക്ക് ഇഷ്ടപ്പെടാത്ത അഭിപ്രായമല്ലേ പറഞ്ഞത്, അത് വേണ്ട, അവള് വേണ്ട, വേറെ ആരെങ്കിലും എടുത്താൽ മതി. എന്നെ സുഖിപ്പിച്ച് നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവരെ ഇത് എല്ലായിടത്തും നടക്കുന്ന ഒരു സാധനമാണത്. അത് ഈ സിനിമയിലൊന്നും മാത്രമല്ല, എവിടെയാണെങ്കിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അവിടെ നമ്മൾ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കുറെ പ്രായം ഇങ്ങനെ ഓരോ ഘട്ടം കഴിയുമ്പോഴാണ് നമ്മൾ ഓരോന്നിനും മനസ്സിലാക്കുക. തിളച്ചു നിൽക്കുന്ന പ്രായമാണ് ഈ 18 വയസ്സ് തുടങ്ങിയിട്ട് ഒരു 20, 25 എല്ലാം ചെയ്യുന്നത്. നമുക്ക് ഒന്നിനെ കുറിച്ച് നമ്മൾ ബോധമല്ല. അത് നമ്മുടെ അറിവില്ലായ്മയാണ് കുറച്ചുകൂടെ ഇത് ചെയ്യുന്നത്. കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കും, എന്ത് കാര്യം ഉണ്ടായിരുന്നു അന്നത്തെ കിടന്ന് പറഞ്ഞ് കിട്ടാനുള്ള നല്ല അവസരങ്ങളും കൂടെ കളഞ്ഞ്. അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ വല്ല റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു, എന്ത് കാര്യം ഉണ്ടായിരുന്നു. ഞാൻ പലർക്കും വേണ്ടി സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടെ ആയിരുന്നു ഞാൻ പല കാര്യങ്ങളിൽ. ഓക്കെ, ലാസ്റ്റ് ആ വ്യക്തികളിൽ നിന്ന് തന്നെ എനിക്കിട്ട് നല്ല പണി തന്നു. അപ്പൊ ഞാൻ ആരായി എന്നുള്ളതാണ്. അതായത് അവിടെയും ശത്രുത, ഇവിടെയും ശത്രുത, കിട്ടാനുണ്ടായിരുന്ന കുറെ കാര്യങ്ങളിട്ട് പോവുകയും ചെയ്തു. അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ സിനിമയിൽ ഒന്നും അല്ലാതെ മാറേണ്ടി വന്നത്. അഭിപ്രായം പറഞ്ഞിട്ട് നല്ല സിനിമകൾ വരേണ്ടതായിരുന്നു. പലർക്കും ഇഷ്ടമില്ലാത്തവർക്ക് സപ്പോർട്ട് വന്നിട്ട് ഞാൻ നിന്ന് സംസാരിച്ചിട്ട് ലാസ്റ്റ് എനിക്കും ഇതില്ലാതായി. പക്ഷെ ഈ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുടെ അടുത്തൊന്നും നല്ല രീതിയിലുള്ള പണി കിട്ടി. ആണല്ലേ? ഇപ്പോഴാണെങ്കിൽ അങ്ങനെ പറയൂ? ചത്താലും ഞാൻ പറയില്ല. ഇപ്പൊ ഞാൻ അഭിപ്രായമേ പറയില്ല. ഞാൻ എന്തിനാ അഭിപ്രായം പറയുന്നത്? എനിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടോ? അതുകൊണ്ട് നമ്മൾ ആർക്ക് വേണ്ടി സംസാരിച്ചിട്ടും ആരുടെ അടുത്തൊന്നും നന്ദി പ്രതീക്ഷിക്കരുത്. നമ്മൾ ആർക്ക് വേണ്ടി അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് സംസാരിക്കാം. ഈ പറയുന്ന പലരിൽ നിന്നുള്ള അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ്. ഞാൻ ഇനി ഒരിക്കലും എനിക്ക് എൻ്റെ കാര്യമാണ് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി. ഞാൻ എൻ്റെ ഫാമിലി, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ എന്തും.
തിരിച്ചറിവുകളല്ലേ. അതെ, ദൈവമേ ഇതൊക്കെ വന്നു ലാസ്റ്റ് ഞാൻ ഇനി ഒന്നുകൂടെ എയറിൽ കയറണം. പിന്നെ അതുപോലെ ഇപ്പൊ എല്ലാത്തിനോടും റിയാക്ട് ചെയ്യുമെന്ന് പറഞ്ഞോണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ ജ്യോതിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ സൈബർ അറ്റാക്കും റൂമേഴ്സും ഒക്കെ വരുന്നതാണ്. ഈവൻ ഹസ്ബൻഡിനെ പോലും വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിനൊക്കെ ഭയങ്കര റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോ വീഡിയോസ് കൂടെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. പണ്ടൊക്കെ ചെയ്യുമായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല. ഒരിക്കൽ ഞാൻ ലാസ്റ്റ് റിയാക്ട് ചെയ്തത് ഒരു സ്വർണ്ണക്കടത്ത് കേസ് എന്നൊക്കെ പറഞ്ഞു. അതെ, ഹസ്ബൻഡിന്റെ. എൻ്റെ ദൈവമേ, എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളതാണ്. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നല്ലതിനും പൊട്ടയ്ക്കാണ്. പക്ഷെ ഒരു കാര്യം പോസ്റ്റ് ചെയ്യണതിന് മുമ്പ് ഒന്ന് റീചെക്ക് ചെയ്യാം, അത് സത്യമാണോ അല്ലയോ എന്നുള്ളൊരു സാധനം. ഞങ്ങൾക്ക് അന്നൊരു വീക്കെൻഡ് ആയിരുന്നു. അന്നൊക്കെ ഫ്രൈഡേ ആണ് അവിടെ അവധി ഉണ്ടായിരുന്നത്. ഇപ്പോഴാണ് സാറ്റർഡേ സൺഡേ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഫ്രൈഡേ മോർണിംഗ് ഞാൻ രാവിലെ, നമ്മളെപ്പോഴും വീക്കെൻഡ് ആകുമ്പോൾ ലേറ്റ് ആയിട്ട് എഴുന്നേക്കുള്ളൂ. അപ്പം അന്ന് സ്വാഭാവികം ഞാൻ 10 മണിയായപ്പോഴാണ് എഴുന്നേക്കുന്നത്. ആദ്യം ഹസ്ബൻഡ് എഴുന്നേറ്റ് പോയി. അപ്പം ഞാനിങ്ങനെ ഫോൺ തപ്പി എടുത്ത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ മെസ്സേജസ് വന്നിരിക്കുവാണ്. എന്താ സീൻ, എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം തന്നെ സ്വർണ്ണക്കടത്ത് കേസിൽ ജ്യോതി കൃഷ്ണയുടെ ഹസ്ബൻഡ്. അപ്പം ഞാനടുത്ത് ദൈവമേ, ഇങ്ങനെ ഇപ്പം തന്നെ പോയതാണല്ലോ, ഇനി ഇതിൻ്റെ ഇടയിൽ അറസ്റ്റ് ചെയ്തോന്നൊക്കെ ഞാൻ ചാടി എഴുന്നേറ്റ് ചെന്ന് നോക്കിയപ്പോൾ ഇല്ല, ബാത്റൂമിലുണ്ട്. ആദ്യം ഫണ്ണായിരുന്നു, ഞങ്ങൾ ചിരി എന്തുവാടേ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ വിളിക്കുമ്പോൾ ഞങ്ങൾ കോമഡി ആയിട്ട് പറയണു. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സീൻ മാറാൻ തുടങ്ങി. ഷെയർ ചെയ്യലും മറ്റേതും മറിച്ചതും ചീത്തവിളി തെറി. ലാസ്റ്റ് ആയപ്പോഴാണ് ഇതിന്റെ സീരിയസ്നെസ് മാറി എന്നുള്ളത് മനസ്സിലായി. അപ്പൊ ഇനി എന്ത് ചെയ്യും? പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണം, അല്ലാതെ വേറെ നിവർത്തിയില്ലല്ലോ. അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യാനാണെന്ന് അറിയില്ലേ. ഇവിടെ ആയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യായിരുന്നു. നേരെ ചെന്നു, ദുബായ് പോലീസിൽ ചെന്നു, അവിടെ കംപ്ലൈന്റ് ചെയ്തു, ഇത് ചെയ്തു. എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഞാൻ ലൈവ് ഇട്ടുള്ളൂ. ഇത് ചെയ്തു കഴിഞ്ഞു ഇങ്ങനെ പറയാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത്രയും ഗ്യാപ്പ് വന്നില്ലേ സമയം. രാവിലെ ഇത് നടന്നു, വൈകുന്നേരം ഞാൻ ലൈവ് ഇടുമ്പോൾ പറഞ്ഞു അവനെ പോലീസിൽ നിന്ന് ഇറക്കിയിട്ടാണ് ലൈവ് ഇട്ടത്. ഞാനായിട്ട് ഒരു ബന്ധമില്ല. അത് വേറെ ഏതോ ഒരു അരുൺ ആനന്ദ് എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു ആളിനെയായിരുന്നു. അപ്പൊ അരുണിന്റെ പേര് അരുൺ ആനന്ദ് രാജ എന്നാണ്. അവരുടെ ഫാമിലി ഫുള്ള് ഗോൾഡാണ് അവിടെ ആലപ്പുഴയില്. അരുണിന്റെ അമ്മയുടെ ബ്രദേഴ്സിന് ജ്വല്ലറിയാണ്. ഓട്ടനെ കണക്ട് ചെയ്തു. അവർക്ക് അവിടെ ഫോൺ, മാമന്മാർക്ക് എന്താ ഇത് നിങ്ങളുടെ ഇവിടെ ഇങ്ങനത്തെ സ്വർണ്ണോടെ ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഞാൻ പ്രതികരിച്ചു. പിന്നെ നിർത്തി. ഒരു കാര്യമില്ല, നമ്മുടെ സത്യസന്ധതയാണെങ്കിലും പുറത്ത് പറഞ്ഞിട്ടൊന്നും ആളുകൾക്ക് അത് വിശ്വസിക്കാൻ താല്പര്യമില്ല. അവർക്ക് നമ്മുടെ നെഗറ്റിവിറ്റി അത് കാണാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും. ഇപ്പോഴും എൻ്റെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ എൻ്റെ ഒരു വീഡിയോയോ ഒക്കെ വരുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമന്റ്സുകൾ വായിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച ഉറങ്ങാൻ പറ്റാത്തൊരു ഫീല് വരും. പക്ഷെ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും? ഇല്ലല്ലോ. ഒരു വീഡിയോയ്ക്ക് താഴെ ഞാൻ ചെന്ന് റിപ്ലൈ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഹസ്ബൻഡിനെ ചീത്ത വിളിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ചേട്ടാ നിങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കുറച്ച് ഫ്രസ്ട്രേഷൻ അതുകൊണ്ട് തീരുന്നുണ്ടെങ്കിൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് പറയില്ല, നിങ്ങൾ ഹാപ്പി ആയില്ലേ എന്ന് പറയില്ല. പക്ഷെ ഫാമിലിയിൽ വന്ന് പറയുമ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെടാറില്ല. ഹസ്ബൻഡിന് അല്ലെങ്കിൽ മോനിപ്പം ഇംഗ്ലീഷ് പറയുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു റീസെൻ്റ്ലി കൊടുത്തൊരു ഇൻ്റർവ്യൂവിൻ്റെ താഴെ കുറേ ഇത് വന്നു. അത് ഞാനിങ്ങനെ ആലോചിച്ചു, സംസാരിക്കണോ വേണ്ടയോ എന്നും പറഞ്ഞിട്ട്. കാരണം അവനതൊരു ഒരു പ്രശ്നമായിട്ട് വന്നിരിക്കുന്ന ഒരു സാധനമായിരുന്നു. ഇപ്പം ഞങ്ങൾ തലകുത്തി എന്നും പറഞ്ഞ് മലയാളം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ പിക്ക് ചെയ്യും, അവൻ ഉറപ്പായിട്ടും മലയാളം പഠിക്കും. പക്ഷെ അതിന് വന്നിട്ട് എന്തൊക്കെ കമൻസ് ആയിരുന്നു എന്നറിയോ. ഞാൻ കൺട്രോൾ ചെയ്ത് എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ സോഷ്യൽ മീഡിയ ഒന്ന് കൺട്രോൾ ചെയ്യണം? ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. എത്ര പേരുടെ ലൈഫിലാണ് ആവശ്യമില്ലാതെ കയറിയിട്ട് ഈ പറയുന്ന എത്ര പേർക്ക് മെന്റലി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഒന്നും നമുക്ക് അറിയാത്ത ഒരാളിനെ, ഒരു ഭംഗിയില്ലാത്ത ഒരു സ്ത്രീ ഒരു അറിയാത്ത രീതിയിൽ ഒരു പാട്ടുപാടി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ തന്നെ ഒരു പുരുഷൻസ് ചെയ്തു. എന്തൊക്കെ കമന്റ്സ് അതിൻ്റെ താഴെ വന്നു. നമുക്ക് അവരെ അറിയോ? ചിലപ്പോൾ ഏറ്റവും നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരിക്കും, അത് പാവമായിരിക്കും. അവരൊക്കെ നമുക്കറിയാതെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്. ഇതൊന്നും അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരുപാടാവുന്ന ഫീലാണ് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തൂടെ? നമ്മളിടുന്ന കമന്റ് അനുസരിച്ച് ഒരുപാട് ആക്ടേഴ്സ് ഒക്കെ ഇപ്പോ ഈ പോസ്റ്റ് ഇട്ടിട്ട് കമന്റ് സെക്ഷൻ ഓഫ് ആക്കി വെക്കും. നല്ല കാര്യമാണ്. പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്. എനിക്ക് തോന്നുന്നു സുരേഷ് ഏട്ടൻ ജയിച്ച സമയത്ത് ഒരു ഫോട്ടോയുടെ ഇത് ഓഫ് ആക്കി. അതെന്താ ഓഫ് ആക്കി വെച്ച്? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഏട്ടനോടല്ല ആളുകൾക്ക് ദേഷ്യം, സുരേഷ് ഏട്ടൻ നിന്ന് പ്രവർത്തിക്കുന്ന പാർട്ടിയോടാണ് ദേഷ്യം. ആ പാർട്ടിക്ക് എതിരായിട്ട് വന്നിട്ടുള്ള വർത്താനങ്ങളായിരിക്കും അതിന്റെ താഴെ ഉണ്ടാവുക. ഞാൻ എന്തിനാ എന്റെ പേജിൽ അത് അലൗ ചെയ്യുന്നത്? ആ ടൈമിൽ എനിക്ക് തോന്നുന്നു ഒരുവിധം ആക്ടേഴ്സ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നവ്യ ചേച്ചി അതുപോലെ അങ്ങനെ. അപ്പോൾ എല്ലാരും ഫോട്ടോ എടുത്തിട്ട് ഇവരൊക്കെ സംഘികളാണല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട്
ഞാൻ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല. ശരിക്കും ഇതുവരെ ഞാൻ വോട്ട് ചെയ്തിട്ടില്ല. താല്പര്യം ഇല്ലാഞ്ഞിട്ടാണ്. ഞാൻ ഒരു പാർട്ടിയിലും വിശ്വസിക്കുന്നില്ല. ഓക്കെ. ഞാൻ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളല്ല. എനിക്ക് പാർട്ടി ഇല്ല ആക്ച്വലി. ഞാൻ വ്യക്തികളെ നോക്കിയിട്ട് ഇത് ചെയ്യുന്ന ആളാണ്. എനിക്ക് ഇത്തവണ വോട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ തൃശ്ശൂരായതുകൊണ്ട് ഞാൻ വന്ന് സുരേഷ് ചേട്ടന് വോട്ട് ചെയ്യണമെന്ന് ഉറപ്പായിട്ട് വിചാരിച്ചു. പക്ഷെ എനിക്ക് വരാൻ പറ്റിയില്ല. ഒരു പേഴ്സണൽ കാര്യം വന്നിട്ട് ഞാൻ അവിടെ ബ്ലോക്ക് ആയിപ്പോയി. അല്ലെങ്കിൽ ഞാൻ വന്ന് ഫസ്റ്റ് വോട്ട് സുരേഷ് ചേട്ടന് ചെയ്യുവാന്ന് വിചാരിച്ചാണ്. അപ്പം എൻ്റെ സംഖ്യയാണെന്ന് പറയുകയാണെങ്കിൽ പറയട്ടെ, എന്താ ഇപ്പോൾ കുഴപ്പം? പാർട്ടി ബേസിലാണ് ആളെ ഭയങ്കര ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ആസ് എ ഒരു ആക്ടർ ആരും ഒന്നും പറയുന്നില്ല. അതിലെന്താ പറയാനുള്ളത്? കൃഷ്ണേന്ദു പറയുന്നവര് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ ആ ഒരു രീതിയിൽ ചിന്തിച്ചാൽ മതി. പറയുന്ന വ്യക്തികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ഗ്രാഫിൽ എന്തെങ്കിലും ഉയർച്ചയോ താഴ്ചയോ ഉണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷെ സുരേഷ് ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറയട്ടെ. പിന്നെ സുരേഷ് ചേട്ടൻ തന്നെ പറഞ്ഞതുണ്ടല്ലേ, പുള്ളി 5 പൈസ കൊടുക്കണ്ട ഈ പറയുന്ന ഓൺലൈൻ പ്രൊമോഷന് വേണ്ടിയിട്ട്. പുള്ളി ഫുൾ ടൈം നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാനും ഇങ്ങനെ ഇടയ്ക്ക് ആലോചിക്കും, ഇടയ്ക്കൊരു കോൺട്രവേഴ്സി അങ്ങ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളിലേക്ക് ഒരു സിനിമ ചെയ്യുന്നേക്കാൾ കൂടുതൽ ഇമ്പാക്റ്റ് ആണ് ഉണ്ടാവുന്നത്. അപ്പം ആളുകൾക്ക് ജോലിയോ ഒന്നുമില്ല, ലൈഫിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജയിക്കാൻ പറ്റാത്ത വേറെ പല ഫ്രസ്ട്രേഷൻസ് ആണ് ഇവർ വന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ തീർത്തുകൊണ്ടിരിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കിയിരുന്നില്ല. ഇപ്പം നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. പിന്നെ മതത്തിന്റെ പേരിൽ ഒരു മതം വന്നു കഴിഞ്ഞാൽ ആ മതത്തിനെതിരായിട്ട് അല്ലെങ്കിൽ ഇന്ന മതം, ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. നമ്മുടെ ലൈഫ് നമ്മൾ ജീവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ചൊന്ന് ബുദ്ധിപൂർവ്വം ഒന്ന് ചിന്തിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. ഫാമിലി ഫ്രണ്ട് ആണല്ലേ സുരേഷ് ചേട്ടൻ. ഇപ്പൊ നമ്മളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ചേട്ടൻ. എത്ര തിരക്കാണെങ്കിലും ചിലപ്പോൾ രാത്രിയായിരിക്കും റിപ്ലൈ വന്ന് കിടപ്പുണ്ടാവുക. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും നമ്മൾ കാണുക. ആ ഒരു അതൊരു എന്താ പറയാ, ഒരു ഏട്ടനേക്കാൾ കൂടുതൽ നമുക്ക് എന്താ പറയാ, ഒരു വലിയച്ഛൻ എന്നൊക്കെ പറയുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും. തൃശ്ശൂർ അപ്പൊ ശരിക്കും സേഫ് ആണല്ലേ? ഞാൻ തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂർ സേഫ് ആണ്. തൃശ്ശൂർ ഒരു ജയിച്ച 1 മാസത്തിനുള്ളിൽ എവിടെ എന്ന് ചോദിക്കരുത്. ടേക്ക് ടൈം. അതൊരു കുറച്ചായിട്ട് പുള്ളി അത് ചെയ്യേണ്ട ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും തൃശ്ശൂർ. അതെ.